കല്യാണം കഴിഞ്ഞ് അന്ന് നബി തങ്ങൾ പറഞ്ഞു, അലിയെ, ഫാത്തിമ, ഞാൻ വരുന്നത് വരെ ലാ തുഹ്ദിഥാ ശൈഅൻ, നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ കടന്നു വരുന്നവരെ, കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാവാൻ പോവാ, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവാണ്, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, രാത്രിയായിട്ടുണ്ട്, ഒരുമിച്ച് റൂമിൽ ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തുഹ്ദിഥ, ഞാൻ വരുന്നുണ്ട് കേട്ടോ. അമ്മോശനാണ് ഈ വരുന്നത്. അമ്മോശൻ 2ാം നമ്പറും പെണ്ണിന്റെ ആണിന്റെ പുറക്കാരൊക്കെ ഒരു വല്ല ഹൈ ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ലടോ. അതൊക്കെ നമ്മളുണ്ടാക്കിയ ഏർപ്പാടാ. അവര് മനുഷ്യരല്ലേ, ഒരു മോളുണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് എങ്ങനെ ഇൻഫീരിയർ ആവുക, നീ എങ്ങനെ സുപ്പീരിയർ ആവുക? പെണ്ണിന്റെ വാപ്പയാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ് കടന്നു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബീവിയോടും നിങ്ങളൊന്നും ചെയ്യല്ലേ, ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞ നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചിരുന്നു. നബി തങ്ങളുടെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞു. നബിയുടെ കാല് എന്റെ കാലിലേക്കും മറുവശം അലി തങ്ങളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു. തോളി കൈവച്ചിരിക്കാൻ. അല്ലാഹുമ്മ, പടച്ചവനെ, ദുആ ചെയ്യുന്നുണ്ട് നബി തങ്ങൾ. ഇതാണ് അവിടെ വേണ്ടത്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇന്ന അലിയൻ ലഅഹബ്ബുൻ നാസി ഇലയ്യ, അല്ലാഹുവേ, അലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അലിയെ നീ തൃപ്തിപ്പെടണം പടച്ചവനെ. വ ഇന്ന ഫാത്തിമ, ഫാത്തിമ ബീവി എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. അല്ലാഹ്, ഫാത്തിമയെ നീയും ഇഷ്ടപ്പെടണേ. ആദ്യത്തെ ദുആ. അലിയെ, നിങ്ങൾ കൈതരൂ, ഫാത്തിമയുടെ കൈ പിടിച്ചേക്കണം. രണ്ടുപേരും കാവൽ ചോദിച്ചേക്കണം, അല്ലാഹുവിനോട് കാവൽ ചോദിച്ചേക്കണം. അതുകൊണ്ട് അലിയെ, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കൂ, നിങ്ങളുടെ വലത് കൈ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം. ഞാൻ ചൊല്ലാം നബിയെ. ഫസ്റ്റ് നൈറ്റ് ആണ് കാണുന്നതേ. കൈവെക്കാൻ വേണ്ടി പറഞ്ഞു തലയിൽ. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജുബിലത് അലൈഹാ, പടച്ചവനെ, ഈ ഫാത്തിമക്ക് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറ് നീ എനിക്ക് തരേണമേ. അവരിലൂടെ എന്തെല്ലാം ഖൈറുകൾ വരുമോ ആ ഖൈറുകളും എനിക്ക് തരേണമേ. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജുബിലത് അലൈഹാ, അവരിൽ നിന്ന് എന്തെങ്കിലും ഷർറുണ്ടാകുമെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ. അവർ കാരണമുണ്ടാകുന്ന ഷർറിൽ നിന്നും കാക്കേണമേ. ദുആ ചെയ്തു. എന്താ ഈ ദുആ എന്നറിയോ? ഫാത്തിമ ബീവിയിൽ എന്തെല്ലാം ഖൈറുണ്ടോ അതും, തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതും, ഭാര്യ കാരണമുണ്ടാകുന്ന ഖൈറുകൾ എന്തൊക്കെയുണ്ടോ അതും നീ തരണേ അല്ലാഹ്. പിന്നെ ഇവളിൽ എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ, അവൾ എന്നെ നാവിന് ലൈസൻസ് ഇല്ലാത്ത പെണ്ണാണ് ഇവന്റെ ഭാര്യയെങ്കിൽ, പടച്ചവനെ, ഇവരുടെ നാവ് കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കേണമേ. വശർരി മാ ജുബിലത് അലൈഹാ, ഇവൾ ഫിത്നയും ഫസാദും വരത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ പെണ്ണിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാ നമ്മൾ ദുആ ചെയ്യുമ്പോ അതാണ് ഈ ദുആഇന്റെ അർത്ഥം. ഫാത്തിമ ബീവിയിൽ അങ്ങനെ ഷർറൊന്നുമില്ലല്ലോ. ബിദ്അത്തല്ലേ, ഹബീബിന്റെ നൂറിന്റെ കഷ്ണമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പക്ഷേ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. എല്ലാ ഭാര്യമാരും ഫാത്തിമ ബീവിയാണോ? അല്ല. എല്ലാ ഭർത്താക്കന്മാരും അലി തങ്ങളാണോ? അതുമല്ല. എന്നാ പിന്നെ ദുആ ചെയ്ത് അല്ലാഹുവോട് ചോദിച്ചു വാങ്ങിക്കോളി. ആദ്യത്തെ രാത്രി വസല്ലിയാ മഅൻ റകഅതൈൻ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 2 റകഅത്തെങ്കിലും ഇന്നത്തെ രാത്രി നിസ്കരിക്കണം കേട്ടോ. ഞങ്ങളുടെ നിർദ്ദേശം. ഉദു എടുത്തോളൂ രണ്ടാളും. 2 റകഅത്ത് സുന്നത്ത്. ഭർത്താവ് ഇമാമും ഭാര്യ മഅ്മൂമും. സുന്നത്ത് നിസ്കാരത്തിൽ ഇമാം മഅ്മൂമൊന്നുമില്ല. പക്ഷെ ഒരു ഭാര്യ ഭർത്താവല്ലേ, നിങ്ങൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 2 റകഅത്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചോളൂ. നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണിയറയിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര? അവൾക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കലാണോ ചെറുപ്പക്കാരാ?
അവരുടെ കയ്യിൽ തലവെച്ച് ദുആ ചെയ്യാനല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. اللهم إني أسألك خيرها وخير ما جبلت عليها وأعوذ بك من شرها وشر ما جبلت عليها. എന്നിട്ട് രണ്ടുപേരും വുളൂഎടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ? ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന 2 പൊന്നുമക്കൾ ജനിച്ചത്? ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള സർവ്വ തങ്ങന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത്? ഈ ഫാത്തിമ ബീവിയുടെ ചോരയിലൂടെയല്ലേ? ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ. ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഖൈറും അവരിൽ ഉള്ള ഖൈറും എനിക്ക് തരേണമേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ദുആഇന്റെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പരയിലൂടെ വരുന്നവരല്ലയോ റസൂലിന്റെ മക്കൾ, നബി തങ്ങളുടെ പേരക്കുട്ടികൾ. ആൺമക്കളുടെ വന്നാലേ സാധാരണഗതി പരമ്പര നിലനിൽക്കുള്ളൂ. അള്ളാഹിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇത് ബാധകമല്ല. നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിന്റെ മോള്, നബിന്റെ മകന്റെ പരമ്പരയല്ലോ, ചോദ്യം വരൂല. ലോകത്താരും ഇത് ചോദിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. എന്തെന്നറിയോ? തങ്ങൾക്കിത് ബാധകമല്ല. തങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ പോലെ തന്നെ ആയിക്കോട്ടെ, തങ്ങളുടെ ചോരല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കണം, ഒരുമിച്ച് നിസ്കരിക്കണം. 5 കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ഒരുമിച്ചുള്ള നിസ്കാരം വേണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഒരുമിച്ച്? ഭാര്യ ഭർത്താവും ഒരുമിച്ച് നിസ്കാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരുടെ മനസ്സിൽ സ്നേഹം നൽകിയേനെ. അല്ലാഹു തആല മനസ്സുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. ആ സ്നേഹം എങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ എന്താ? രണ്ടുപേരും ഒരുമിച്ചെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം. രാത്രിയിൽ നിരന്തരം ഒരു ദിവസം 1 തവണയെങ്കിലും ഇശാ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുക. ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങാൻ പോകുമ്പോൾ ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങിയ ഒതുമുറി കുഴപ്പമില്ല, ഭാര്യ തൊട്ട ഒതുമുറി ആയിക്കോട്ടെ. ഉറങ്ങാൻ പോകുമ്പോൾ നിനക്ക് ഒതുവാണ്, അത്രേ ഉള്ളൂ. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഊതെടുത്തിട്ട് വരണം. ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒതു മുറിക്കണ്ട. ബെഡ്റൂം വരെ ഒതുണ്ടായാൽ മതി. പിന്നെ ഒതു മുറിഞ്ഞോട്ടെ, എന്തൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് വരുമ്പോ ഒതു വേണം. എന്നാ പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ. അൽഹംദുലില്ലാഹ്. ചില ആൾക്കാർ അങ്ങനെ പറയും, എന്റെ ഇപ്പൊ ഈ ഹദീസ് ഇങ്ങനെ ഒതുടുക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു തൊട്ട ഒതു മുറിയും ചെയ്യും, കിടന്നുറങ്ങിയാലും ഒതു മുറിയില്ലേ? അതിന് കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോ ഒതു വേണം. സുബ്ഹാനല്ലാഹ്. ഇന്നൊക്കെ എത്ര സൗകര്യമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളല്ലേ, എന്നാലും നമ്മൾ ഒതുടുക്കൂലാണ്. പിന്നെ ഇനി എങ്ങനെയാ ഒതുടുക്കുക? കൈമക്കാരെ ഒഴിച്ചേണ്ടി വരും പിന്നെ അല്ലേ? സ്വന്തം മുമ്പൊക്കെ അത് കിണറ്റിന്റെ അടുത്ത് വന്നിട്ട് മുക്കി കോരി എടുത്തുണ്ടാക്കേണ്ടി വരും അല്ലേ? നമ്മളൊരു 10-25 കൊല്ലം അങ്ങോട്ടൊക്കെ ആലോചിച്ചാലേ. ഈ മോട്ടോർ പൈപ്പൊക്കെ ഒന്നുണ്ടോ? നിങ്ങൾ വളവയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലൊന്നും ഇല്ല. കൊട്ടക്കൂരിയും കയറൊക്കെ വെച്ചിട്ട് മുക്കിയിട്ട് എന്ത് ചെയ്യണം, എടുക്കേണ്ട ഒരു അവസ്ഥ. ഒരു 25 കൊല്ലം മുമ്പൊക്കെ അങ്ങനെയല്ലേ? കിണറ്റിനടുത്തേക്ക് പോണ്ടേ, ടോയ്ലറ്റൊക്കെ പുറത്താണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്ത് റാഹത്താണ്. ഒന്ന് ഒതുടുത്തിട്ട് കയറാൻ വല്ല പ്രയാസമുണ്ടോ? നമ്മുടെ സ്വന്തം റൂമിൽ സൗകര്യമില്ലേ? അല്ലാഹ് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? എന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ഒതുടുത്തിട്ട് വരണട്ടോ ബെഡ്റൂമിൽ ഉറങ്ങാൻ വരുമ്പോൾ? നിങ്ങൾ എന്തെടുക്കാൻ? അല്ലാഹ് വെള്ളമല്ലായിരുന്നു. എന്ത് വെള്ളമല്ലായിരുന്നു? സ്വന്തം റൂമിൽ തന്നെ വെള്ളമല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അല്ലാഹ് ചോദിക്കുമ്പോൾ ഒരു കാരണം നിങ്ങൾ കണ്ടുവച്ചേക്ക്. എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ല. എന്താണ് നിന്റെ റസൂല് പറഞ്ഞ സുന്നത്ത് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി കണ്ടേക്കണം. ഓതുണ്ടാക്കിയിട്ട് ഉറങ്ങാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാവർക്കും കല്യാണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കൊക്കെ ഒതെടുത്തിട്ട് പോകണം എന്ത് ചെയ്യാൻ? ഉറങ്ങാൻ പോകാൻ. 2 ഖിറാഅത്തുൽ ഖുർആനി മഅൻ. ഒരുമിച്ച് നിങ്ങൾ ഒരൽപ്പനേരെങ്കിലും ഖുർആൻ ഓതണം. രണ്ടാമത്തെ ചികിത്സ അതാണ്. മനസ്സ് നമ്മൾ യോജിക്കണം, യോജിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എന്തോ മനസ്സ് നമ്മൾ യോജിക്കണില്ല. രണ്ടാമത്തെ ചികിത്സ ഒരു അല്പമെങ്കിലും, വലൗ റുബ്അ സഫ്ഹത്തിൻ, ഒരു പേജിന്റെ 4/1 4 വരി ഒപ്പോത്. രണ്ടുപേരും മുസാഫ് എടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുക. എന്നിട്ട് രണ്ടുപേരും ഒരു നേരം അള്ളാഹു നോക്കുമ്പോ ഭാര്യയും ഭർത്താവും എന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഭാര്യയും ഭർത്താവും എനിക്ക് വേണ്ടി തക്ബീർ ചൊല്ലി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സ് അല്ലാഹുവിലേക്ക്. പിന്നെ റബ്ബിന്റെ സഹായം ഇറങ്ങി വരും. ഇതാണ് വിഷയം. രണ്ടുപേരും ഒരുമിച്ച്, ഒരാൾ സീരിയൽ ഒരാൾ ഖുർആൻ, അതല്ല, എല്ലാം പൂട്ടിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ രണ്ടുപേരും. ഒരു പേജ്, അര പേജ്, 4 വരിയെങ്കിലും ഒരു ദിവസം ഓതണം ഇത്തരക്കാർ. അല്ലാത്തവർക്കും ചെയ്യട്ടോ.
കുടുംബത്തിൽ പ്രശ്നമുള്ളവർക്കുള്ള പരിഹാരം കൂടെ പറഞ്ഞു തരാണ്. അല്ലാത്തവർ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.